إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن الناس من يشري نفسه ابتغاء مرضات الله والله رؤوف بالعباد സ്നേഹമുള്ള സഹോദര സഹോദരിമാരെ, അല്ലാഹുവിൻ്റെ വിധികളും വിലക്കുകളും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും പരമാവധി പാലിച്ചും സൂക്ഷിച്ചും ജീവിക്കുവാൻ ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. പരിശുദ്ധ റമദാൻ മാസം നമ്മളോട് വിട പറഞ്ഞു. വിശുദ്ധ ഖുർആനിൻ്റെ അവതരണം നടന്ന ആ ഒരു പ്രത്യേകമായ സാഹചര്യത്തിലുള്ള റമദാൻ മാസമാണ്. അത് ആ ഖുർആനുമായുള്ള ബന്ധത്തിൻ്റെ കാര്യത്തിലും അത് പാരായണം ചെയ്തതും അത് പഠിച്ചതും അത് മനനം ചെയ്തതും ഒക്കെ എത്രത്തോളമുണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്ന് നാം വിലയിരുത്തി നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. അതുപോലെ റഹ്മത്തിൻ്റെ കാരുണ്യത്തിൻ്റെ മാസമാണ്. പാപമോചനത്തിൻ്റെ മാസമായിരുന്നു. നരകമോചനത്തിൻ്റെ മാസമായിരുന്നു. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ധാരാളമായി പെയ്തിറങ്ങിയ മാസമായിരുന്നു. ആ മാസത്തെ എത്രത്തോളമാണ് നമ്മൾ ആ രൂപത്തിലൊക്കെ കാണുകയും സമീപിക്കുകയും അതിനെ ആ രൂപത്തിൽ എത്രമാത്രം നമ്മൾ ബഹുമാനിക്കുകയും ആദരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് എന്ന് നാം വിലയിരുത്തേണ്ട സമയമാണ്. നമ്മുടെ നന്മകൾ, നാം ചെയ്ത പ്രവർത്തനങ്ങൾ അതിനെത്രയോ ഇരട്ടി അല്ലാഹു കണക്കാക്കിയ അത്രയും ഇരട്ടി, നമ്മൾക്കൊന്നും കണക്കാക്കാൻ കഴിയാത്ത രൂപത്തിലുള്ള അത്രയും ഇരട്ടി പ്രതിഫലങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ആ പ്രതിഫലങ്ങളൊക്കെ നമുക്ക് എത്രത്തോളം നമ്മളതിനു വേണ്ടി ദുആ ചെയ്യുകയും ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് എന്ന് നാം വിലയിരുത്തേണ്ടത്. അതുപോലെ നമുക്ക് നന്മയിലേക്ക്, അതുപോലെ നല്ല കാര്യങ്ങളിലേക്കൊക്കെ മുന്നിട്ട് ഇറങ്ങുന്നതിനുള്ള തടസ്സങ്ങൾ പലപ്പോഴും ദുനിയാവിൻ്റെ നമ്മുടെ ജീവിതത്തിനിടയിൽ ഉണ്ടാകും. എല്ലാ തടസ്സങ്ങളെയും മാറ്റി നിർത്തുന്ന ഒരു മാസമായിരുന്നു റമദാൻ മാസം. അതുപോലെ നമ്മുടെ ആത്മാവ്, നമ്മുടെ മനസ്സ് അത് ശുദ്ധീകരിക്കുക, അതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള, അതിലേക്ക് നമ്മുടെ ഹൃദയങ്ങളെ വളരെയധികം നമ്മൾ അതിനോട് ഓടിയെടുക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ള, തിന്മകളിൽ നിന്ന് വളരെയധികം അതിനോട് വെറുക്കുകയും അതിനെ സമീപിക്കാതിരിക്കുകയും അതിൽ നിന്ന് മാറി നിൽക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഈ റമദാൻ മാസം എത്രയും അനുഗ്രഹമായിരുന്നു. അത് നമ്മളിൽ നിന്ന് വട പറഞ്ഞിരിക്കുകയാണ്. ആ അടുത്ത റമദാനിനെ
ആരോഗ്യത്തോടുകൂടി വരവേൽക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞത് ഈ മാസത്തെ അതിനുശേഷമുള്ള നമ്മുടെ ജീവിതത്തെയുമൊക്കെ റസൂൽ പറഞ്ഞത് യാ ബാഗിയൽ ഖൈർ അഖ്ബിൽ, നന്മ, നല്ലത്, പുണ്യങ്ങൾ, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുവാൻ നമ്മുടെ മനസ്സെല്ലാം ആഗ്രഹിക്കുന്നുണ്ട്. ആ മനസ്സിലേക്ക്, ആ ആഗ്രഹങ്ങളിലേക്ക് വിശ്വാസികളെ നിങ്ങൾ മുന്നിട്ട് വരിക. അതിലേക്ക് ആയിരിക്കട്ടെ നിങ്ങളുടെ ശ്രദ്ധയും നിങ്ങളുടെ എല്ലാ വിധേനയുള്ള നിങ്ങളുടെ ചിന്തയും അതിലേക്കായിരിക്കട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ വയാ ബാഗിയ ശർറ് അഖ്സിർ, തിന്മ, തെറ്റുകൾ, കുറ്റങ്ങളൊക്കെ പ്രവർത്തിച്ചു പോവുക, ആഗ്രഹിച്ചു പോവുക, അത് മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുക എന്നത് മനുഷ്യൻ്റെ ഒരു പ്രകൃതിയാണ്. അത് പരമാവധി നിങ്ങൾ അതിൽ നിന്ന്, ആ തെറ്റുകളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് അതിൽ നിന്നൊക്കെ വിട പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തെ ധന്യമാക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ വീട്ടിലേക്കൊക്കെ, നമ്മുടെ നാട്ടിലേക്കൊക്കെ അതിഥികൾ വരാറുണ്ട്. ആ അതിഥികൾ വരുന്നത് പലപ്പോഴും അവരുടെ ആവശ്യത്തിനായിരിക്കും. അവർക്ക് നമ്മൾ പല കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ വേണ്ടിയായിരിക്കും. എന്നാൽ റമളാൻ മാസത്തെ നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുള്ളത് അത് നമ്മളിലേക്ക് വന്നിട്ടുള്ള അതിഥിയാണ്, വിരുന്നുകാരനാണ്. ആ അതിഥി നമ്മൾക്ക് ഒരുപാട് തന്നേച്ചാണ് പോയത്. നമ്മൾ ആ റമളാനിനെ കൊടുക്കുകയല്ല ചെയ്തു. റമളാനിൽ നമുക്ക് ധാരാളമായി അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ നൽകി നമ്മെ അങ്ങേറ്റം ആദരിച്ച് ബഹുമാനിച്ച് നമ്മുടെ കുറ്റങ്ങളെല്ലാം പൊറുത്ത് നമുക്കൊരുപാട് നന്മകൾക്ക് ധാരാളമായി കൂലി നിശ്ചയിച്ച് തന്ന് അങ്ങനെയാണ് നമ്മുടെ ഈ റമളാൻ മാസം നമ്മളിൽ നിന്ന് ഇവിടെ പറഞ്ഞു പോയിട്ടുള്ളത്. നമുക്ക് നല്ലൊരു ബ്രേക്ക് തന്നിരിക്കുകയാണ്. നല്ലൊരു ബ്രേക്ക്. വാഹനം നമുക്കറിയാം, നല്ല ബ്രേക്ക് ഉണ്ടെങ്കിലേ നമുക്ക് സ്പീഡിൽ വാഹനം ഓടിക്കാൻ കഴിയുള്ളൂ. അതേത് തിരക്കിനിടയിലും ഏത് ട്രാഫിക് ജാമിനിടയിലും ഒക്കെ നമുക്ക് നമ്മുടെ വാഹനത്തെ നമുക്ക് യഥേഷ്ടം നിർഭയമായി പേടിയില്ലാതെ അപകടം ഇല്ലാത്ത രൂപത്തിൽ മുന്നോട്ട് നമുക്ക് ഡ്രൈവ് ചെയ്യാൻ സാധിക്കുന്നത് അതിൽ ബ്രേക്ക് എന്ന സംവിധാനം ഉള്ളത് കൊണ്ടാണ്. അതുപോലെ തന്നെയാണ് തഖ്വയാകുന്ന, സൂക്ഷ്മതയാകുന്ന, ഭയഭക്തിയാകുന്ന, ഈമാനാകുന്ന ആ ബ്രേക്ക് നമ്മുടെ ഈ ജീവിതത്തിലേക്ക് ഇനി ഇറങ്ങുകയാണ്. നമ്മൾ മറ്റുള്ള പല കാര്യങ്ങളിലുമൊക്കെ നമ്മൾ കുറേ പരമാവധിയൊക്കെ മാറ്റിവെച്ച് റമളാനിന് വേണ്ടി ഒഴിഞ്ഞു വെച്ച പല കാര്യങ്ങളും നമ്മുടെ സമയം അത്തരം കാര്യങ്ങളിലേക്ക് നമ്മൾ വിനിയോഗിക്കുക. അപ്പോൾ അങ്ങനെ വിനിയോഗിക്കുമ്പോൾ നമ്മുടെ കയ്യിലുള്ള അല്ലെങ്കിൽ നമ്മെ നിയന്ത്രിക്കുന്നതായ ഈമാൻ, തഖ്വ എന്ന ബ്രേക്ക് നമ്മുടെ കയ്യിലുള്ളത് കൊണ്ടാണ് നമുക്ക് പുറത്തേക്ക് ഇറങ്ങി, ആളുകൾക്കിടയിലേക്ക് ഇറങ്ങി എല്ലാ കാര്യങ്ങളിലും ഇടപെട്ട്, ഏത് കാര്യത്തിലും ഇടപെടുന്നതിന് വിരോധമില്ല. അങ്ങനെ ഇടപെടുമ്പോഴൊക്കെ റബ്ബിൻ്റെ കൽപ്പനകൾ, പടച്ചവൻ്റെ നിർദ്ദേശങ്ങൾ, ഞാൻ പരിശീലിച്ചിട്ടുള്ള തഖ്വയുടെ മാർഗങ്ങൾ എനിക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നുണ്ട്, എനിക്ക് എന്നെ നിയന്ത്രിക്കാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് എവിടേക്കും ഇറങ്ങാം, ഏത് സമൂഹത്തിലേക്കും എനിക്കിറങ്ങാം, ആരുമായും എനിക്ക് ബന്ധപ്പെടാം, എങ്ങനെയും എനിക്ക് ആളുകളുമായി ബന്ധപ്പെടുന്നതിന് വിരോധമില്ല. കാരണം അനാവശ്യമായതൊന്നും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല. അനാവശ്യമായ വാക്കും പ്രവൃത്തിയുമൊക്കെ നിയന്ത്രിക്കാൻ ആവശ്യമായ ഈമാനും തഖ്വയും ഒക്കെ എനിക്കുണ്ട്. അതുകൊണ്ട് എനിക്ക് എവിടേക്കും ഇറങ്ങിച്ചെല്ലാം, ഏതുമായും ഇടപെടാം. അങ്ങനെ ഇടപെടാൻ കഴിയുന്ന രൂപത്തിൽ ഒരു ബ്രേക്ക് എൻ്റെ കയ്യിലുണ്ട് എന്ന ധാരണ നമുക്ക് വല്ലാത്ത സമാധാനമാണ് നൽകുന്നത്, വല്ലാത്ത കരുത്താണ് നൽകുന്നത്. കപ്പൽ നമ്മൾ അതിൻ്റെ നിർമ്മാതാക്കൾ അത് കപ്പൽ ഇറക്കുന്നത് തിരമാല അടങ്ങിയതിന് ശേഷം, ഒക്കെ ശാന്തമായതിന് ശേഷം കപ്പൽ കടലിലേക്ക് ഇറക്കുവാനല്ല, മറിച്ച് ആ വലിയ തിരമാലകൾക്കിടയിലൂടെ അതിനെയൊക്കെ മറികടന്നുകൊണ്ട് കപ്പൽ സഞ്ചരിച്ച് അതിൻ്റെ യഥാർത്ഥ സ്ഥാനത്തേക്ക്, ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കുക എന്ന ചുമതലയാണ് കപ്പിത്താനുള്ളത്. അതിനനുസരിച്ച് കൊണ്ടാണ് കപ്പലിനെ നിർമ്മിച്ചിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ജീവിതമാകുന്ന ഈ ദുനിയാവിൽ തിരമാലകൾ എല്ലാവിധ വൃത്തികേടുകളുടെയും എല്ലാവിധ മോശങ്ങളുടെയും കലങ്ങി മറിഞ്ഞ അന്തരീക്ഷത്തിൻ്റെ ഇടയിൽ നമ്മുടെ ജീവിതമാകുന്ന നമ്മുടെ കപ്പൽ നമ്മൾ
വെള്ളത്തിലേക്ക് ഇറക്കുകയാണ്. നമ്മൾ ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയാണ്. റമളാൻ മാസത്തെ മാതിരിയല്ല. പല കാര്യങ്ങളിലും പല സ്ഥലങ്ങളിലും ഒക്കെയാണ് നമ്മുടെ ജീവിതമുള്ളത്. അങ്ങനെയൊക്കെ ജീവിക്കുമ്പോഴും പല ജാതി തിരമാലകൾ വന്നുകൊണ്ട് നമ്മുടെ ജീവിതമാകുന്ന കപ്പലിനെ വന്നിടിക്കുമ്പോഴും അതിനെയൊക്കെ മറികടന്നുകൊണ്ട്, അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട്, അതിനെയൊക്കെ പ്രതിരോധിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധ്യമാകുന്നത് നമ്മൾ ഈ ജീവിതത്തിൽ സ്വീകരിച്ചിട്ടുള്ള ഈ ഒരു മാർഗമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് 2 തരത്തിലുള്ള പാപങ്ങളെ പൊറുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ പാപങ്ങളൊക്കെ പൊറുക്കാൻ വേണ്ടി ധാരാളമായി നമ്മൾ ദുആ ചെയ്തിട്ടുണ്ട്. ഒന്ന് ദുനൂബാണ്, ദുനൂബ്. മറ്റൊന്ന് സയ്യിആത്താണ്. 2 തരം പാപങ്ങളുണ്ട് നമുക്ക്. എന്താണ് ദുനൂബ് എന്ന് പറഞ്ഞു? നമ്മൾ പ്രാർത്ഥിക്കുന്നു, റബ്ബനാ ഗ്ഫിർ ലനാ ദുനൂബനാ വകഫിർ അന്നാ സയ്യിആതിനാ വതവഫനാ മഅൽ അബ്റാർ. ഒരു പ്രാർത്ഥനയാണല്ലോ. അതുപോലെ ധാരാളം ഖുർആനിലുണ്ട് സയ്യിആത്തും ദുനൂബും പറഞ്ഞിട്ടുണ്ട്. ഈ ദുനൂബ് എന്ന് പറഞ്ഞാൽ നമ്മൾ അള്ളാഹുവുമായി നമ്മൾ ചെയ്യേണ്ട ഇബാദത്തുകൾ, പടച്ചവനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നാം ചെയ്യുന്ന വീഴ്ചകളെയൊക്കെ നമുക്ക് ഇബാദത്തുകളിലൂടെ തന്നെ, നമ്മൾ ചെയ്യുന്ന ആരാധനാ കർമ്മങ്ങളിലൂടെ തന്നെ പടച്ച റബ്ബ് നമുക്കത് പുറത്തു തരും, അത് മാപ്പ് തരും. ഈ സയ്യിആത്ത് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരൊക്കെയോ പലരും വ്യാഖ്യാനിച്ചിട്ടുള്ളത് മനുഷ്യന്മാരുമായി, പരിസ്ഥിതിയുമായി, നമ്മുടെ ജീവിക്കുന്ന സാഹചര്യങ്ങളുമായി, മൃഗങ്ങളുമായി, അന്തരീക്ഷവുമായി, നമ്മൾ ജീവിക്കുന്ന എല്ലാ കാര്യങ്ങളിലും നമ്മൾ ബന്ധപ്പെടുമ്പോൾ അതിനോടൊക്കെ നാം സമീപിക്കേണ്ട ഒരു സമീപനമുണ്ട്, സമീപന രീതിയുണ്ട്. ആ സമീപന രീതിയിൽ പടച്ചവൻ ഇഷ്ടപ്പെടാത്ത, നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകൾക്കൊക്കെ ദ്രോഹകരമായി മാറുന്ന രൂപത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനാണ് സയ്യിആത്ത് എന്ന് പറയും. ആ സയ്യിആത്ത് പൊറുക്കാൻ, അതിനെ മായ്ച്ചു കളയാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞത് സൽക്കർമ്മങ്ങൾ ചെയ്യാനാണ്. ആളുകൾക്കൊക്കെ ഉപകാരം ചെയ്യുന്ന, ആളുകൾക്കൊക്കെ ഉപകാരപ്പെടുന്ന രൂപത്തിൽ ധാരാളം നല്ല കാര്യങ്ങൾ സമൂഹത്തിലും നമ്മുടെ പരിസ്ഥിതിയിലും നമ്മുടെ ജീവിത സാഹചര്യത്തിലുമൊക്കെ നമ്മൾ നിർവഹിച്ചാൽ അത് കഫറാന്നാണ്, മറച്ചു വെക്കുക, നടയില്ലാതാകുന്നില്ല. അതവിടെ ഉണ്ട്. പരലോകത്ത് വെച്ച് അള്ളാഹു വിചാരണ ചെയ്യുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വകാര്യമായി അള്ളാഹ് നമ്മളെ വിളിച്ചു പറയുന്ന, അതാ നീ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ, നിന്നെ വീഴ്ചകളൊക്കെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് കേട്ടോ, നിന്റെ സൽക്കർമ്മങ്ങൾ കൊണ്ട് ഞാൻ അതിനൊക്കെ മറച്ചു വെച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞ് നമുക്ക് സ്വർഗം നൽകുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പോൾ ആ നിലക്ക് സ്വാഭാവികമാണ് മനുഷ്യൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു പോകുക. അതിനെന്താ പരിഹാരം? നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യുക, പള്ളിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സഹകരിക്കുക, അതുപോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നമ്മളാൽ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യുക, നമ്മുടെ കഴിവുകൾ നല്ല കാര്യങ്ങളിൽ വിനിയോഗിക്കുക, നമ്മൾ ഏർപ്പെടുന്ന കാര്യങ്ങളിലൊക്കെ പരമാവധി നന്മ ആളുകൾക്ക് ഉപകാരപ്പെടുന്നവരും, ജീവജാലങ്ങൾക്ക് ഉപകാരപ്പെടുന്ന, സസ്യലതാദികൾക്ക് പച്ചപ്പ് നൽകുന്ന, പരിസ്ഥിതിക്ക് നാശം വരാത്ത രൂപത്തിൽ എല്ലാ കാര്യങ്ങളിലും നമ്മൾ ആ ഒരു ചിന്ത നമ്മൾക്കുണ്ടായിരിക്കാം. ഞാൻ അള്ളാഹുവിൽ വിശ്വസിച്ചിട്ടുണ്ട്, ഞാനൊരു മുഅ്മിനാണ്, എൻ്റെ ജീവിതത്തിൽ പോരായ്മകൾ സംഭവിക്കും, ആ പോരായ്മകളെ ഇല്ലായ്മ ചെയ്യാൻ ഇന്ന നല്ല കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യും. പൂച്ചയെ കെട്ടിയിട്ടതിൻ്റെ പേരിൽ നരകത്തിൽ പോകേണ്ടി വന്ന, നായക്ക് വെള്ളം കൊടുത്തതിൻ്റെ പേരിൽ സ്വർഗത്തിൽ പോയിട്ടുള്ള ആ കഥകളൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികൾക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ ആ രൂപത്തിൽ നമ്മുടെ ജീവിതത്തെ കൃത്യമായി നമ്മൾ നല്ല ഒരു ധാരണയോടുകൂടി, നല്ലൊരു ബോധത്തോടുകൂടി, അടുത്ത നോമ്പിനെ ആരോഗ്യത്തോടുകൂടി, നല്ല ബുദ്ധിയോടുകൂടി, തെളിഞ്ഞ ഈമാനോടുകൂടി, നല്ല ചിന്തയോടുകൂടി, വിവേചന ശക്തിയോടുകൂടി നമ്മൾ ഏർപ്പെടുന്ന കാര്യങ്ങളിലൊക്കെ കൂടുതൽ പുരോഗതി ഉണ്ടാകുന്ന രൂപത്തിൽ, ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് നല്ല വളർച്ചയും ഉയർച്ചയും ഉണ്ടാകുന്ന രൂപത്തിൽ, നമ്മുടെ മക്കളിലും കുടുംബങ്ങളിലുമൊക്കെ നല്ല ഒരു അവസ്ഥ ഉണ്ടാകുന്ന രൂപത്തിൽ എല്ലാ കാര്യങ്ങളിലും നല്ല ഒരു ചിന്തയോടുകൂടി, പോസിറ്റീവായൊരു മൈൻഡോടുകൂടി മുന്നോട്ട് പോകാൻ നാം ശ്രദ്ധിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കതിൻ്റെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ റമളാനിൽ നമ്മൾ ചെയ്തിട്ടുള്ള കർമ്മങ്ങളെ വലിയ, അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും വലിയ രൂപത്തിലുള്ള കർമ്മങ്ങളായി ധാരാളം പ്രതിഫലം ലഭിക്കുന്ന, ധാരാളം പാപങ്ങളൊക്കെ പൊറുക്കപ്പെടുന്ന, സയ്യിആത്തുകളെ മറക്കപ്പെടുന്ന രൂപത്തിലുള്ള കർമ്മമായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. പാപങ്ങൾ അല്ലാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ.
فيا عباد الله اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സഹോദര സഹോദരിമാരെ, ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ വിധികളും വിലക്കുകളും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും പാലിച്ചും സൂക്ഷിച്ചും ജീവിക്കുവാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയിലെ 207-ാമത്തെ ആയത്തായിക്കൊണ്ട് പറയുന്നു, വമിനന്നാസ്, ജനങ്ങളിലെ കൂട്ടത്തിലുണ്ട്, മയ്യശ്രീ നഫ്സഹു, അവർ അവരുടെ മനസ്സുകളെ അല്ലെങ്കിൽ ശരീരങ്ങളെ അവർ മാറ്റിവെക്കുകയാണ്, വിനിയോഗിക്കുകയാണ്. എന്തിന്? ഇബ്തിഗാ അമർലാത്തില്ല. അവരെല്ലാ കാര്യങ്ങളിലും ഏർപ്പെടുമ്പോൾ അവർ പ്രിഫറൻസ് കൊടുക്കുന്നത് പടച്ചവൻ്റെ തൃപ്തിയുള്ള കാര്യമാണോ ഇത് എന്നാണ്. ഞാൻ ഈ ഏർപ്പെടുന്ന കാര്യം, ഞാൻ ഈ ചെയ്യുന്ന കാര്യം റബ്ബിനിഷ്ടമുണ്ടോ എന്ന ഒരു പരിഗണനയാണ്, അതിനാണ് മുൻഗണന നൽകുന്നത്. അങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് വല്ലാഹു റഊഫും ബിൽ ഇബാദ്, അല്ലാഹു അവൻ്റെ അടിമകളോട് അങ്ങേറ്റം കൃപയുള്ളവനാണ്. ആ കൃപയും കാരുണ്യവും സമ്പാദിക്കുവാനുള്ള മാർഗമായി അള്ളാഹു നമ്മിൽ മുമ്പിൽ വയ്ക്കുന്നത് ഈ അള്ളാഹുവിൻ്റെ പൊരുത്തവും സംതൃപ്തിയുമാണ്. പ്രത്യേകിച്ച് നമ്മൾ വലിയ 1-2 പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന സന്ദർഭമാണ്. ഒന്ന്, പശ്ചിമേഷ്യയിലെ പ്രശ്നം തന്നെയാണ്. അവിടെ നിരന്തരം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അത്ര സുഖകരമല്ല. പടച്ച റബ്ബിൻ്റെ ആ ഒരു പ്രത്യേക കാരുണ്യവും തൃപ്തിയും കൊണ്ട്, സഹായം കൊണ്ട് ആ കാര്യത്തിലൊക്കെ പടച്ചവൻ നമുക്ക് സമാധാനമുണ്ടാക്കി തരേണ്ടത്, അതിനുവേണ്ടി ദുആ ചെയ്യേണ്ടതുണ്ട്. മുസ്ലിം ഉമ്മത്തിൻ്റെ കൊള്ളരുതായ്മ കൊണ്ടോ പോരായ്മ കൊണ്ടോ ആണോ, അല്ല മറ്റു പല കാരണങ്ങൾ കൊണ്ടാണോ എന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹദിൽ കുറച്ച് പ്രയാസം വന്നപ്പോൾ, അല്ലെങ്കിൽ ത്വായിഫിൽ പോയിട്ട് പ്രയാസം വന്നപ്പോൾ റസൂൽ അള്ളാഹിനോട് പറഞ്ഞല്ലോ, പടച്ചവനെ എൻ്റെ ഭാഗത്തുള്ള വീഴ്ച കൊണ്ടാണെങ്കിൽ പടച്ചവനെ നീ എനിക്ക് പുറത്തു തരണമേ എന്ന് പ്രാർത്ഥിച്ചല്ലോ. അല്ല, എൻ്റെ കാരണം കൊണ്ടല്ലെങ്കിൽ പടച്ചവനെ നീ എന്നെ പരിഗണിക്കണമേ എന്നൊക്കെ പ്രാർത്ഥിച്ച പ്രാർത്ഥനയുണ്ട്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആ കാര്യത്തിലൊക്കെ സൂക്ഷ്മത ഉണ്ടാവുകയും പടച്ചവൻ ഇത്രയും പെട്ടെന്ന് അവിടെയൊക്കെ ഒരു സമാധാനത്തിൻ്റെ, ശാന്തിയുടെ, അതുപോലെ തന്നെ നല്ല ഒരു ജീവിത രീതി ദുനിയാവിനും ആഖിറത്തിനുമൊക്കെ ഉപകാരപ്പെടുന്ന രൂപത്തിൽ നമ്മുടെ ബന്ധുക്കളും അവിടെയുള്ള ജനങ്ങളും അടക്കമുള്ള എല്ലാവർക്കും ലഭ്യമാകുന്ന രൂപത്തിൽ അവസ്ഥ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചു തരുമാറാകട്ടെ. മറ്റൊന്ന്, നമ്മുടെ നാട്ടിൽ നടക്കാൻ പോകുന്ന ഇലക്ഷനാണ്. ഇലക്ഷൻ എന്ന ജുമാഅൽ ഖുതുബയിലൊന്നും പറയേണ്ട കാര്യമല്ല. പക്ഷേ നമ്മുടെ രാജ്യത്ത് വർഗീയതയും അതുപോലെ തന്നെ മുസ്ലിം ഉമ്മത്തിനെ, അതുപോലെ ന്യൂനപക്ഷങ്ങളെയൊക്കെ വല്ലാതെ പ്രശ്നത്തിലകപ്പെടുത്തുകയും ചെയ്യുന്ന രൂപത്തിലുള്ള ജീവിത രീതി, മനോഭാവം വളർന്നു വരുന്നു. അത് നമ്മുടെ സംസ്ഥാനത്തിലേക്കുമൊക്കെ വ്യാപിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ നമ്മളൊക്കെ പല പാർട്ടികളിലോ ഒക്കെ ചിലപ്പോൾ സജീവമായിട്ടുണ്ടാവും. എങ്കിലും നാം ശ്രദ്ധിക്കേണ്ടത് അത്തരം എല്ലാവരെയും പരിഗണിക്കുന്ന, നാട്ടിൽ സമാധാനം ഉണ്ടാകാൻ കഴിയുന്ന രൂപത്തിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ, അത് രാഷ്ട്രീയമായിരുന്നാലും സാമൂഹ്യമായിരുന്നു, ഇലക്ഷൻ്റെ വിനിയോഗമായിരുന്നു, വോട്ടിങ്ങിൻ്റെ വിനിയോഗമൊക്കെ ആയിരുന്നാലും അവിടെയൊക്കെ നമ്മളുമായി ബന്ധപ്പെട്ട ആളുകളുമൊക്കെ ചെയ്യേണ്ടത്, നമുക്ക് സമാധാനം വേണം. നമ്മുടെ മക്കൾക്ക് ഇവിടെ ജീവിക്കണം, ഭാവി തലമുറക്ക് ഇവിടെ ജീവിക്കണം, അവരുടെ ദീനനുസരിച്ച് കൊണ്ട് ഇവിടെ ജീവിക്കാൻ കഴിയണം. അതിനുള്ളൊരു അന്തരീക്ഷം നമ്മുടെ നാട്ടിൽ ഉണ്ടാവണം. അതിനാവശ്യമായൊരു ചിന്തയും കാര്യങ്ങളുമൊക്കെ ഇത്തരം പ്രവർത്തനങ്ങളിൽ ഉണ്ടാവണം. റബ്ബ് സുബ്ഹാനഹു വ തആല അത്തരം കാര്യങ്ങളിലൊക്കെ വളരെ സുചിന്തിതമായ അഭിപ്രായങ്ങൾ രൂപീകരിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ വളരെ നല്ല രൂപത്തിൽ മുന്നോട്ട് നീങ്ങുവാൻ മുസ്ലിം ഉമ്മത്തിന് അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ന്യൂനപക്ഷങ്ങൾക്കും പിന്നോക്ക വിഭാഗങ്ങൾക്കുമൊക്കെ അള്ളാഹു സുരക്ഷിതത്വവും സമാധാനവും നൽകുന്ന ഒരു ജീവിതം പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ പെരുന്നാൾ ആഘോഷം, അതിലൊക്കെ നമ്മൾ നിർവഹിച്ചിട്ടുള്ള പുണ്യകർമ്മങ്ങൾ, സകാത്തുൽ ഫിത്ർ, മറ്റ് കാര്യങ്ങൾ, അതുപോലെ അതിഥികളെ, നമ്മളെ ബന്ധുക്കളെ സന്ദർശിക്കൽ, രോഗസന്ദർശനം, അങ്ങനെയുള്ള സുഖവേഗങ്ങൾ അന്വേഷിക്കൽ, ഫോൺ ചെയ്യൽ, ഇതൊക്കെ ഒരു സ്വാലിഹായ കർമ്മമായി അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അതിലൂടെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുള്ള പാപങ്ങൾ അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം ചെയ്തുകൊണ്ടിരിക്കുന്ന, നാം ചെയ്യാൻ ആഗ്രഹിക്കുന്ന സൽക്കർമ്മങ്ങളൊക്കെ വലിയ പ്രതിഫലത്തിന് അർഹമായ അള്ളാഹുവിൻ്റെ കഠോരമായ നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ട് അവൻ്റെ കാരുണ്യമായ സ്വർഗത്തിൽ പ്രവേശിക്കുവാനുള്ള ഒരു കാരണമായി റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാ പ്രയാസങ്ങളെയും വിഷമങ്ങളെയും അള്ളാഹു നമുക്ക് പരിഹരിച്ചു തരുമാറാകട്ടെ.
നാം ഏർപ്പെടുന്ന ജീവിത മാർഗങ്ങളിൽ അള്ളാഹു ബർക്കത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. അവിടെയൊക്കെ ഉണ്ടാകുന്ന തടസ്സങ്ങൾ അള്ളാഹു എത്രയും പെട്ടെന്ന് നീക്കി സമാധാനത്തിൻ്റെ ഒരു അന്തരീക്ഷം റബ്ബ് സുബ്ഹാനഹു വ തആല പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക സമീഉൻ ഖരീബുൻ മുജീബുദ് ദഅവാത്ത് വ മുൻസിലുൽ ബറകാത്ത് വ ഖാദിൽ ഹാജാത്ത് طيب ثراهم واجعل الجنة مأوانا ومأواهم اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا وأجر والدينا من النار اللهم لا تشوي خلقنا بالنار ولا تجعلنا من حطب النار فإنها بئس الدار وبئس المثوى وبئس القرار ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم.